ADGP MR അജിത് കുമാറിനെതിരെ നടന്ന വിജിലൻസ് അന്വേഷണം തൃപ്തികരമല്ല എന്ന് ഹർജിക്കാരൻ. അജിത് കുമാറിന്റെ കീഴുദ്യോഗസ്ഥനാണ് അന്വേഷണം നടത്തിയതെന്നും സ്വത്ത് സമ്പാദനത്തിൽ വിശദമായ അന്വേഷണം നടന്നിട്ടില്ല എന്നും അഡ്വക്കേറ്റ് നാഗരാജു തിരുവനന്തപുരം വിജിലൻസ് കോടതിയോട് പറഞ്ഞു. നാഗരാജുവിന്റെ ഹർജിയിൽ ഈ മാസം 18-ന് വിശദമായ വാദം കേൾക്കാമെന്ന് കോടതി അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി VS അനു ചേരുന്നു. അനു, എന്താണ് ആ ഹർജിയിലും മറ്റുമുള്ള കൂടുതൽ വിശദാംശങ്ങൾ? ADGP MR അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം നടക്കുകയും അനധികൃത സ്വത്ത് സമ്പാദനം നടന്നിട്ടില്ല എന്ന വിജിലൻസ് റിപ്പോർട്ടാണ് കോടതിയിൽ കഴിഞ്ഞ ദിവസം സമർപ്പിച്ചത്. ഇതിനെതിരെ ഹർജിക്കാരനായിട്ടുള്ള നെയ്യാറ്റിൻകര നാഗരാജ് നൽകിയ തടസ്സ ഹർജിയിലെ വിശദാംശങ്ങളാണ് നമ്മൾ ഇപ്പോൾ നൽകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായും പറയുന്നത് ADGP MR അജിത് കുമാറിനെതിരായിട്ടുള്ള അന്വേഷണം നടത്തിയത് അദ്ദേഹത്തിന് കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. മാത്രമല്ല, ഈ ആദായ നികുതി റിട്ടേണുകൾ പരിശോധിച്ചിട്ടില്ല, സ്വത്ത് സമ്പാദനം സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തിയിട്ടില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ തടസ്സ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഈ കേസിന്റെ വിശദമായ വാദം കേൾക്കുന്നത് ഈ മാസം 18-ാം തീയതിയിലാണ്. ആ ദിവസം ഈ ഹർജി വീണ്ടും പരിഗണിക്കുകയും ചെയ്യും. നേരത്തെ MR അജിത് കുമാർ ക്ലെയിം ചിറ്റ് നൽകുന്ന റിപ്പോർട്ടാണ് വിജിലൻസ് നൽകിയിരുന്നത്. സനീഷ്.